ഒരാൾ രോഗിയാകാനുള്ള കാരണങ്ങൾ: ഒന്ന്, മൂടിവെച്ച പാപം. പാപം എന്നല്ല പറയേണ്ടത്, മൂടിവെച്ച പാപം. പാപത്തിനൊക്കെ പരിഹാരമുണ്ട്, ഏറ്റുപറഞ്ഞാൽ മതി, ഉപേക്ഷിച്ചാൽ മതി. പക്ഷേ മൂടിവെച്ച പാപം ഒരാളെ രോഗിയാക്കും. രണ്ടാമത്തെ കാരണം, ഒരാളുടെ ഉള്ളിലുണ്ടാകുന്ന ഭയവും അതിൽ നിന്ന് ഉടലെടുക്കുന്ന ഉത്കണ്ഠയും ഒരാളെ രോഗിയാക്കും. മൂന്നാമത്തെ കാരണം, എന്തുകൊണ്ടൊരാൾ രോഗിയാകുന്നു: ശരിയായ കുമ്പസാരം നടത്താതെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ദൈവത്തെ വഞ്ചിച്ചാൽ ഒരാൾ രോഗിയാകും. കേട്ടോ നിങ്ങൾ? ശരിയായ കുമ്പസാരം നടത്താതെ ദൈവത്തെ കബളിപ്പിച്ചിട്ട് വഞ്ചിച്ചിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ ഒരാൾ രോഗിയാകും. ഇത് വെറുതെ പറഞ്ഞതല്ല, കേൾക്കുക. പൗലോസ്ലീഹ എഴുതിയ കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 11-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് അപ്പോസ്തലൻ സംസാരിച്ചിട്ട് പറയുകയാണ്: അതുകൊണ്ട് ഒരുത്തൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം ഭക്ഷിക്കുവാൻ, പാനപാത്രത്തിൽ നിന്ന് കുടിക്കുവാൻ. ഒരുവൻ സ്വന്തം ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഒരുവൻ സ്വന്തം ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ശിക്ഷാവിധി തിന്നുകുടിച്ചത് ഹേതുവായി നിങ്ങളിൽ ചിലർ രോഗികളും ചിലർ ബലഹീനരും ചിലർ തളർന്നവരും ചിലർ മരിച്ചവരുമായിരിക്കുന്നു. ഹല്ലേലൂയാ! ഇത് അച്ഛൻ ഉണ്ടാക്കി പറഞ്ഞതല്ല, കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയിട്ടുള്ള സത്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുമ്പസാരമാകണം. കപട കുമ്പസാരം നടത്തിയിട്ട് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകരുത്. അത് സൗഖ്യത്തിനുള്ള മരുന്നാണ്. അപ്പോൾ തന്നെ വഞ്ചനയോടെ അതിനെ സമീപിച്ചാൽ അത് കുഴപ്പത്തിന് കാരണമാകും. നാം വളരെ സൂക്ഷ്മതയോടെ പരിശുദ്ധ കുർബാനയെ സമീപിക്കണം. ഭീഷണിപ്പെടുത്തുകയല്ല, ഓർമ്മിപ്പിക്കുകയാണ്, ഒരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം കുമ്പസാരിക്കണം. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുക, ഒരുപാട് സ്ഥലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ ഈ ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കുമ്പസാരിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിരിക്കും, അച്ഛൻ എന്ത് മണ്ടൻ ചോദ്യമാണ് ചോദിക്കുന്നത്, എത്ര വട്ടം ഞങ്ങൾ കുമ്പസാരിച്ചിരിക്കുന്നു. ആ ചോദ്യം അച്ഛൻ വീണ്ടും ചോദിക്കുക, ഈ ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കുമ്പസാരിച്ചിട്ടുണ്ടോ? വെറുതെ ചോദിച്ചതല്ല പ്രിയപ്പെട്ടവർ. കുമ്പസാരം എന്താണെന്ന്, അതെങ്ങനെ നിർവഹിക്കണമെന്ന് ഒത്തിരി പേർക്കും നിശ്ചയമില്ല. ചില ആളുകൾ കുമ്പസാരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? കുമ്പസാരിച്ചു എന്ന് ആശ്വസിക്കാൻ വേണ്ടിയാണ്. ഞാൻ കുമ്പസാരിച്ചു, അപ്പോൾ ഒരു സമാധാനം കിട്ടൂലോ. കുമ്പസാരിച്ചു എന്നുള്ളതല്ലാതെ പാപത്തോട് വിട പറഞ്ഞിട്ടില്ല. മദ്യപാനം നിർത്തിയിട്ടില്ല, കുമ്പസാരിച്ചു, സമാധാനമായി. ഞാൻ കുമ്പസാരിച്ചല്ലോ. വ്യഭിചാരം നിർത്തിയിട്ടില്ല, പക്ഷേ കുമ്പസാരിച്ചു, സമാധാനമായല്ലോ. അപ്പം ഞാൻ കുമ്പസാരിച്ചു എന്നുള്ളത് ഒരു സമാധാനം കിട്ടുന്ന സംഗതിയായതുകൊണ്ട് ആളുകൾ ആശ്വാസത്തിന് വേണ്ടി കുമ്പസാരിക്കുക, എന്നിട്ട് പിന്നെ പാപം ചെയ്യും. ശരിക്കും കുമ്പസാരിച്ചാൽ പിന്നെ ആ പാപത്തിലേക്ക് ഒരാൾക്ക് പോകാൻ പറ്റില്ല. നിങ്ങൾ കുമ്പസാരിച്ചിട്ടുണ്ടോ? ഇനിയും ചില ആളുകൾ കുമ്പസാരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മുടെയൊക്കെ പള്ളിയിലെ നിയമം അനുസരിച്ച് പള്ളി ഇലക്ഷന് മത്സരിക്കണമെങ്കിൽ കുമ്പസാരിക്കണം. ട്രസ്റ്റിയോ സെക്രട്ടറിയോ കമ്മിറ്റിക്കാരനോ ആകണമെങ്കിൽ കുമ്പസാരിക്കണം. അതുമാത്രമല്ല, പൊതുയോഗത്തിൽ വോട്ട് ചെയ്യണമെങ്കിൽ കുമ്പസാരിക്കണം. അപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടിയും പള്ളിയിൽ ഭരണം പിടിക്കാൻ വേണ്ടിയും കുമ്പസാരിച്ചാൽ അത് കുമ്പസാരമോ? ഇതിനൊന്നും മറുപടി പറയാൻ നിങ്ങൾക്ക് തൽക്കാലം കഴിയില്ല എന്നറിയാം, പക്ഷേ മറുപടി പറയണം നിങ്ങൾ. പ്രിയപ്പെട്ടവരെ, വേറെ ചില ആളുകൾ കല്യാണം നടന്നു കിട്ടാൻ വേണ്ടി കുമ്പസാരിക്കും. നിയമാതാണ്, കുമ്പസാരിച്ചില്ലെങ്കിൽ കൂദാശ നടത്തി കൊടുക്കൂല. മണവാളനും മണവാട്ടിയും കുമ്പസാരിക്കണം. അപ്പോൾ പള്ളിയിൽ അച്ഛൻ അത്ര നിർബന്ധമാണെങ്കിൽ എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് കുമ്പസാരിച്ചേക്കാം. കുമ്പസാരാവോ? ഇല്ല. അങ്ങനെ കുമ്പസാരിച്ചിട്ടൊരു മണവാളൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് എങ്ങോട്ടാണെന്നറിയാമോ? അവൻ്റെ കല്യാണത്തിൻ്റെ അന്ന് തലേ ദിവസവും പിറ്റേ ദിവസവും കൂട്ടുകാരെ സൽക്കരിക്കാൻ കുപ്പി ഓർഡർ ചെയ്യാനാണ് പോയത്. മനസ്സിലായില്ല? മിനറൽ വാട്ടറിൻ്റെ കുപ്പിയല്ല, മിനറൽ വാട്ടർ ചേർത്ത് കുടിക്കുന്ന മറ്റേ കുപ്പിയില്ലേ. ഒരു മണവാട്ടി കുമ്പസാരിച്ചു. ഈ കേരളത്തിലാണ്, 6 മാസം മുമ്പുണ്ടായൊരു സംഭവമാണ്. മണവാട്ടി കുമ്പസാരിച്ചു. കുമ്പസാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി അവൾ എങ്ങോട്ടാണ് പോയെന്നറിയോ? അവളുടെ കാമുകൻ്റെ കൂടെ പോയി. അവൾ കുമ്പസാരിച്ചോ? കല്യാണം നാളെയാ, വീട്ടിൽ പന്തലിട്ടേക്കുവാ, സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി, മണവാളൻ ചരട് പിരിച്ച് താലിയും കോർത്തു വെച്ചു. മണവാട്ടിയെ തലേ ദിവസം കുമ്പസാരിച്ചിട്ട് കാമുകൻ്റെ കൂടെ പോയിന്ന്. അവൾ കുമ്പസാരിച്ചോ?
നിങ്ങളിവിടെ തന്നെ ഉണ്ടോ അല്ലേ? ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനുതാപമില്ലാത്ത കുമ്പസാരം, പറ, കുമ്പസാരമല്ല. തീരുമാനമില്ലാത്ത കുമ്പസാരമില്ല. ശരിയായ കുമ്പസാരം നടത്താതെ കപട കുമ്പസാരം നടത്തി പരിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ അതൊരാളെ രോഗിയാക്കുമെന്നത് സത്യമാണ്. കുമ്പസാരമാകണമെങ്കിൽ ധൂർത്തപുത്രൻ്റെ മടങ്ങിവരവ് പോലെയാകണം. ധൂർത്തപുത്രൻ്റെ മടങ്ങിവരവ്, ദൈവമക്കളെ, ഒന്ന്, അവൻ താനായിരുന്ന അവസ്ഥയെക്കുറിച്ചും ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചും ആയിരിക്കേണ്ട അവസ്ഥയെക്കുറിച്ചും ബോധ്യപ്പെട്ടു. ഹല്ലേലൂയാ. കുമ്പസാരത്തിന് പോകുന്ന ഒരാൾ താൻ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഓർക്കണം, പാപത്തിലാണ്. ആയിരുന്ന അവസ്ഥയെക്കുറിച്ച് ഓർക്കണം, അപ്പൻ്റെ സംരക്ഷണയിൽ സന്തോഷമായിരുന്നു. ആയിരിക്കേണ്ട അവസ്ഥയെക്കുറിച്ച് ഓർക്കണം, അപ്പൻ്റെ വീട്ടിൽ മടങ്ങിച്ചെല്ലണം. ഹല്ലേലൂയാ. ഇതാണ് ധൂർത്തപുത്രൻ്റെ കുമ്പസാരത്തിലെ ഒന്നാം ഘട്ടം. ആയിരുന്ന അവസ്ഥയെക്കുറിച്ച് അവന് ബോധ്യം വന്നു. ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് അവന് ബോധ്യം വന്നു. പന്നിക്കുഴിയിലാണ്. ആയിരിക്കേണ്ട അവസ്ഥയെക്കുറിച്ച് അവന് ബോധ്യം വന്നു. 2, തനിക്ക് പറ്റിയ തെറ്റിനെക്കുറിച്ചും താൻ മൂലം മറ്റുള്ളവർക്കും സമൂഹത്തിലും സഭയിലും കുടുംബത്തിലുമുണ്ടായ പ്രതിസന്ധികളെക്കുറിച്ചും ഉള്ള ഓർമ്മയിൽ നിന്ന് ഉടലെടുക്കുന്ന പശ്ചാത്താപവും അതുമൂലമുള്ള കണ്ണുനീരും അവനിൽ നിന്നുണ്ടായി. ഹല്ലേലൂയാ. ശരിക്കും കുമ്പസാരിക്കുന്ന ഒരാൾ തനിക്ക് പറ്റിയ തെറ്റിനെക്കുറിച്ച് ഓർക്കും. താൻ മൂലം മറ്റുള്ളവർക്ക്, സമൂഹത്തിൽ, സഭയിൽ, വീട്ടിലുള്ളവർക്കുണ്ടായ കഷ്ടപ്പാടിനെക്കുറിച്ച്, വേദനയെക്കുറിച്ച്, സങ്കടത്തെക്കുറിച്ച് ഓർക്കും. അതിനെക്കുറിച്ച് പൊട്ടിക്കരയും, കണ്ണുനീരൊഴുക്കും. ഹല്ലേലൂയാ. 3, അവൻ ദൈവസന്നിധിയിലേക്കും താൻ മൂലം വേദനപ്പെട്ട തൻ്റെ അപ്പൻ്റെ അരികിലേക്കും മടങ്ങിച്ചെല്ലാൻ തീരുമാനിച്ചു, ചെന്നു. ശരിക്കും കുമ്പസാരിക്കുന്ന ഒരാൾ താൻ മൂലം വേദനപ്പെട്ടവരിലേക്ക് മടങ്ങിച്ചെല്ലും. അപ്പൻ്റെ അരികിലേക്ക് മടങ്ങിച്ചെല്ലും, അമ്മയുടെ അരികിലേക്ക് മടങ്ങിച്ചെല്ലും, ഭർത്താവിങ്കിലേക്ക് മടങ്ങിച്ചെല്ലും, ഭാര്യയെങ്കിലേക്ക് മടങ്ങിച്ചെല്ലും, കൂടപ്പറപ്പിലേക്ക് മടങ്ങിച്ചെല്ലും, ഒപ്പം ദൈവസന്നിധിയിലേക്കും മടങ്ങിച്ചെല്ലും. മടങ്ങിച്ചെല്ലാൻ മനസ്സില്ലാത്തവർ കുമ്പസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കുമ്പസാരമായി അംഗീകരിക്കപ്പെടില്ല. 4, അവൻ ദൈവസന്നിധിയിലും അപ്പൻ്റെ മുമ്പിലും തൻ്റെ പാപം ഏറ്റുപറഞ്ഞു. അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും ദൈവത്തിൻ്റെ സന്നിധിയിലും താൻ മുറിവേൽപ്പിച്ചവരുടെ മുമ്പിലും തൻ്റെ പാപം ഏറ്റുപറയുമ്പോഴാണ് ഒരാളുടെ കുമ്പസാരമാകുന്നത്. നിങ്ങൾ ആയുസ്സിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ എന്തോരം നിലവിളിച്ചിട്ടും കാര്യമില്ല, രോഗസൗഖ്യം കിട്ടില്ല. ഹല്ലേലൂയാ. വെറുതെ കണ്ണുനീർ കുറേ ഊറ്റിയാൽ ഒരു ഗുണമുണ്ട്, തലവേദന മാറിക്കിട്ടും. പിന്നെ വരും, പക്ഷേ പാപമോചനം പ്രാപിക്കണം. വീണ്ടും ഇതെല്ലാം സംഭവിക്കാത്തിടത്ത് ഒരാൾ കുമ്പസാരിക്കുന്നില്ല. കപട കുമ്പസാരം ഒരാളെ ഇരട്ടി പാപിയാക്കുന്നു. പാപം മറച്ചു വെച്ചുകൊണ്ട് നടത്തുന്ന കപട കുമ്പസാരമാണ് മുമ്പ് ചെയ്ത എല്ലാ പാപത്തെക്കാളും വലിയ പാപം. ഇന്ന് ചില ആളുകൾ കുമ്പസാരിച്ച് കഴിഞ്ഞ് കള്ളു കുടിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എൻ്റെ പൊന്നു സ്നേഹിത, ഇന്നലെയല്ലേ കുമ്പസാരിച്ചേ? അപ്പോൾ ഇയാൾ പിന്നെ ഇന്നിങ്ങനെ കള്ളു കുടിക്കണേനാ? അതിന് കള്ളു കുടിക്കണാരും ഞാൻ പറഞ്ഞില്ലല്ലോ. എങ്ങനെയുണ്ട് ന്യായം? കുമ്പസാരത്തിൽ കള്ളു കുടിക്കണ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ, പറഞ്ഞു ഞാൻ ചെയ്യില്ല, അതുറപ്പാ. അങ്ങനെ സൂത്രമുണ്ട് നമ്മുടെ ആൾക്കാരുടെ കയ്യിൽ. ഏറ്റു പറയണ പാപം അങ്ങ് ഒഴിവാക്കിയാൽ മതി, ഏറ്റു പറയാത്തത് പിന്നെ ചെയ്യാം. അങ്ങനെ ഒരു കുമ്പസാരമുണ്ടോ? ഉണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇവിടെ ഇരിക്കണ പലരുടെയും കയ്യിലുള്ള സൂത്രം അതാണല്ലോ. അച്ഛാ, കള്ളു കുടിക്കണ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കള്ളു കുടിക്കും. വേറൊരാൾ കുമ്പസാരം കഴിഞ്ഞിട്ട് അന്ന് പള്ളിക്ക് പുറത്തിറങ്ങി എന്നിട്ട് ബീഡി കത്തിച്ച് വലിക്കുക. നിർത്തിക്കേ, എന്ത് പണിയായത്? ഇയാളിപ്പോൾ കുമ്പസാരിച്ചിറങ്ങിയിട്ട് ഇപ്പം തന്നെ ബീഡി വലിക്കുന്നു. അതിനച്ഛാ, ബീഡി വലിക്കുന്നു ഞാൻ കുമ്പസാരത്തിൽ പറഞ്ഞിട്ടില്ല, അപ്പം എനിക്ക് വലിക്കാം. വേഷം കെട്ട് ദൈവസന്നിധിയിൽ വേണ്ട മക്കളെ. ഹല്ലേലൂയാ. കുമ്പസാരമാകണമെങ്കിൽ അത് ധൂർത്തപുത്രൻ്റെ കുമ്പസാരം പോലെയാകണം. വീണ്ടും അത് കുമ്പസാരമാകണമെങ്കിൽ അത് സക്കായിയുടെ കുമ്പസാരം പോലെയാകണം. സക്കായി അറിയില്ല നിങ്ങൾ? ഇവിടെ അടുത്ത താമസം. ഹല്ലേലൂയാ. സക്കായിയുടെ കുമ്പസാരം പോലെയാകണം. അതെങ്ങനെയാ? 1, ദൈവത്തെ കാണുവാനുള്ള ആഗ്രഹം സക്കായിക്കുണ്ടായി. കുമ്പസാരിക്കാൻ പോകുന്നയാൾക്ക് ദൈവത്തെ കാണാനുള്ള ആഗ്രഹം ഉണ്ടാവണം. 2, ദൈവം തൻ്റെ ഉള്ളിൽ വരുന്നതിന് തടസ്സമായിട്ടുള്ള സകല ക്രമക്കേടുകളും അവൻ തിരുത്തി. അന്യായമായി വാങ്ങിയത് 4 മടങ്ങ് മടക്കി കൊടുക്കാൻ അവൻ ഡിക്ലെയർ ചെയ്തു. അവൻ്റെ വസ്തുവകയിൽ പാതി ദരിദ്രർക്ക് കൊടുക്കാൻ അവൻ തീരുമാനിച്ചു.
എന്ന് വെച്ചാൽ സക്കായി മൂലം കഷ്ടത്തിലായ സകല പേരെയും സക്കായി യഥാസ്ഥാനപ്പെടുത്തി. അതാണ് കുമ്പസാരം. സക്കായി മൂലം കഷ്ടത്തിലായ മുഴുവൻ ആളുകളെയും സക്കായി യഥാസ്ഥാനപ്പെടുത്തി. അതാണ് കുമ്പസാരം. എനിക്കറിയാവുന്ന ഒരു മനുഷ്യനുണ്ട്. അയാൾ വലിയ കള്ള് കച്ചവടക്കാരനായിരുന്നു. 10-20 കൊല്ലം 25 കൊല്ലം അയാൾ കള്ള് കച്ചവടം ചെയ്തു. ഈ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അയാൾ വലിയ കെട്ടിട സമുച്ചയങ്ങൾ വാങ്ങിക്കൂട്ടി. കോടാനുകോടികളുടെ മുതലുണ്ട്, 1-2 എസ്റ്റേറ്റുണ്ട്. അങ്ങനെ ഇരിക്കെ അയാൾക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഒരു 10-20 വർഷം മുമ്പാണ് ഇയാൾക്ക് ആക്സിഡൻ്റ് ഉണ്ടായത്. ആക്സിഡൻ്റ് ഉണ്ടായി ആശുപത്രി കിടന്ന് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടപ്പോൾ വേണ്ടവണ്ണം നടക്കാൻ പറ്റാത്തൊരു പ്രയാസമുണ്ടായി. ഇയാളോട് ആരോ പറഞ്ഞു ഒരു ധ്യാനം കൂടാൻ. ഇയാൾ പോയി ധ്യാനം കൂടി പുറത്ത് വന്നപ്പോൾ ഇയാളുടെ സ്വഭാവം മൊത്തം മാറി. ഇയാൾ കള്ള് കച്ചവടം നിർത്തി. പിന്നെ ഇന്ന് വരെ കഴിഞ്ഞ 20 കൊല്ലം അയാൾ കള്ള് കച്ചവടം ചെയ്തിട്ടില്ല. ഒരു കാരണവശാലും കള്ള് കച്ചവടം ചെയ്തിട്ടില്ല. അയാൾ അതിനുശേഷം പ്രിയപ്പെട്ടവരെ വേദപുസ്തകം എടുത്തുകൊണ്ട് നടക്കാൻ തുടങ്ങി. നാട് മുഴുവൻ നടന്ന ആൾ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ അയാൾ അറിയപ്പെടുന്ന ഒരു സുവിശേഷകനാണ്. എനിക്ക് നേരിട്ടറിയാം ആളെ. പക്ഷേ ഒരു കാര്യമുണ്ട്, പണ്ട് കള്ള് കച്ചവടം ചെയ്തുണ്ടാക്കിയ കാശ് കൊണ്ടാണ് ഇപ്പോഴയാൾ ജീവിക്കുന്നത്. അയാൾ ഒരു പണിയെടുക്കുന്നില്ല. അയാൾ അന്ന് നേടിയ കോടികളുടെ മുതൽ അയാൾ കള്ള് കച്ചവടം ചെയ്ത കാലത്ത് അയാൾ കൊടുത്ത കള്ള് കുടിച്ച് ഒത്തിരി മനുഷ്യർ രോഗികളായി, ഒത്തിരി കുടുംബങ്ങൾ അനാഥമായി, ഒത്തിരി പേർ ആത്മഹത്യ ചെയ്തു, ഒത്തിരി കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്തു, ഒത്തിരി പേർ തകരാറിലായി, ഒത്തിരി പേരുടെ ആരോഗ്യം നശിച്ചു, ഒത്തിരി പേർ നരകത്തിലേക്ക് ടിക്കറ്റ് എടുത്തു. അതിനൊന്നും ഇയാൾ പ്രായശ്ചിത്തം ചെയ്തിട്ടില്ല. ഇയാൾ മൂലം നശിച്ച ഒരാൾക്ക് 1 രൂപയുടെ കാശ് ഇയാൾ കൊടുത്തിട്ടില്ല. കള്ള് കച്ചവടം ചെയ്തുണ്ടാക്കിയ കാശ് ഇന്നും വെച്ച അയാൾ സുഖമായിട്ട് അനുഭവിക്കുക. അയാൾ മാനസാന്തരപ്പെട്ടോ? സക്കായി മാനസാന്തരപ്പെട്ടതാ മക്കളെ, ശരിയായ മാനസാന്തരം. ഹല്ലേലൂയാ. താൻ മൂലം വേദനിച്ച മുഴുവൻ ആളുകളെയും യഥാസ്ഥാനപ്പെടുത്തിയപ്പോഴാണ് സക്കായിയുടെ മാനസാന്തരമായത്. ഹല്ലേലൂയാ. ഇങ്ങനെ വല്ലവരും മാനസാന്തരപ്പെട്ടെങ്കിൽ അവർ ശരിക്കും മാനസാന്തരപ്പെട്ടു. ഇല്ലെങ്കിൽ വേഷം കെട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രയോജനമൊന്നും കിട്ടില്ല. ഹല്ലേലൂയാ. അപ്പോൾ സക്കായി താൻ മൂലം പ്രയാസപ്പെട്ട സകലരെയും യഥാസ്ഥാനപ്പെടുത്തി ജീവിതം ക്രമക്കേടിൽ നിന്ന് തിരുത്തി. 1, ദൈവത്തെ കാണുവാൻ ആഗ്രഹിച്ചു. 2, തൻ്റെ ഉള്ളിൽ ദൈവം വരുന്ന തടസ്സമായിട്ടുള്ള സകല ക്രമക്കേടുകളും തിരുത്തി. 3, തന്നാൽ തകർക്കപ്പെട്ടവരെ യഥാസ്ഥാനപ്പെടുത്തി. കേൾക്കുക, പരസ്പരം ക്ഷമിക്കാത്തവരുടെ കുമ്പസാരമാകില്ല. അന്യൻ്റെ മുതൽ കൈവശം വച്ചിരിക്കുന്നവർ തിരികെ കൊടുക്കാതെ കുമ്പസാരിച്ചാൽ അത് കുമ്പസാരമാകില്ല. കൈക്കൂലി വാങ്ങുന്നതും കള്ള് കച്ചവടം നടത്തുന്നതും കൊള്ളപ്പലിശ വാങ്ങുന്നതും അവസാനിപ്പിക്കാതെ നടത്തുന്ന കുമ്പസാരമാകില്ല. വീണ്ടും മദ്യപിക്കാനും പുകവലിക്കാനും വ്യഭിചാരം ചെയ്യാനും അശ്ലീലം കാണാനും തിന്മ പ്രവർത്തിക്കാനുമുള്ള ആഗ്രഹവും തീരുമാനവും ഉള്ളിലിട്ടുകൊണ്ട് കുമ്പസാരിക്കുന്ന കുമ്പസാരമാകില്ല. ശരിയായ മാനസാന്തരപ്പെടലും യഥാസ്ഥാനപ്പെടലുമാണ് കുമ്പസാരത്തിൽ സംഭവിക്കേണ്ടത്. കുമ്പസാരമെന്ന് പറയുന്നത് മുട്ടുകുത്തുമ്പോൾ മുതൽ പിന്നെയുള്ള ചില നിമിഷങ്ങളിൽ നടക്കേണ്ട ഒരു പ്രക്രിയയല്ല. കുമ്പസാരമെന്ന് പറയുന്നത് മുട്ടുകുത്തുന്നതിന് നാളുകൾക്ക് മുമ്പ് ക്ഷമിച്ചും ക്ഷമ ചോദിച്ചും ക്രമപ്പെടുത്തിയും ഒരുങ്ങിയും പശ്ചാത്തപിച്ചും പരിശോധിച്ചുമൊക്കെ വന്ന് മുട്ടുകുത്തുമ്പോൾ സംഭവിക്കേണ്ടതാണ്. ഹല്ലേലൂയാ. വേണ്ടവണ്ണം ഒരുങ്ങാതെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ ഒരാൾ രോഗിയാകും. ഞാൻ അൽമായനായിരുന്ന കാലത്ത്, അച്ഛനുമായില്ല ഷമ്മാശനുമായില്ല, അതിനു മുമ്പ് ഒരു പെസക വ്യാഴാഴ്ച വെളുപ്പാൻ കാലത്ത്, അന്ന് രാവിലെയാണ് നമ്മുടെ പെസക, ഒരു മനുഷ്യൻ കുർബാന സ്വീകരിക്കാൻ വന്ന് ക്യൂവിൽ നിൽക്കുവാണ്. അവിടെ മുഴുവനും പട്ടച്ചാരായ, അന്ന് പട്ടയുള്ള കാലമാണ്, അന്ന് പട്ടച്ചാരായത്തിൻ്റെ മണമാണ് പള്ളി നിറച്ചും. പെട്ടെന്ന് എൻ്റെ മൂക്കിന് അന്നും ഇന്നും ഭയങ്കര ക്യാച്ചിങ് കപ്പാസിറ്റിയാണ്. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഇതിനകത്ത് ആരാണ്ട് ഇത് കുടിച്ചേച്ചും വന്നിട്ടുണ്ടെന്ന്. ഞാൻ എല്ലാവരുടെയും ഇടയ്ക്കൂടെ ഇങ്ങനെ നടന്നു. അന്ന് എനിക്ക് ഒരുപാട് പ്രായമൊന്നുമില്ല, ഒരു 15-16 വയസ്സേ ഉള്ളൂ. ഞാൻ ഒരു മനുഷ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ രൂക്ഷമായ ഗന്ധം. ഞാൻ ആ ചേട്ടനെ വിളിച്ച് മാറ്റി നിർത്തി. ചേട്ടാ, വല്ലാതെ നാറുന്നുണ്ടല്ലോ, കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എടാ കൊച്ചേ, ഞാൻ ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല. രാത്രി 11 മണിക്ക് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല. അതല്ല ചോദിച്ചേ, കള്ളു കുടിച്ചിട്ടുണ്ടോ? അതിപ്പോൾ എനിക്ക് വിറച്ചിട്ട് നിൽക്കാൻ മേലാത്തതുകൊണ്ട് ഞാൻ ഇത്രയും കഴിച്ചു. എന്നാൽ പൊന്നു ചേട്ടാ, കുർബാന സ്വീകരിക്കേണ്ട, പൊക്കോ, അതാ നല്ലത്. പക്ഷേ ഈ മനുഷ്യൻ, നീ പോയി നിൻ്റെ പണി നോക്കടാന്ന്. അച്ഛൻ എനിക്ക് തരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിക്കോളാം, അച്ഛൻ തരുമെങ്കിൽ ഞാൻ മേടിക്കും. ഈ മനുഷ്യൻ കുർബാന സ്വീകരിച്ചു. എനിക്ക് പേടിയായി. ഞാൻ ഇയാളുടെ പുറകെ പോയി എന്താ സംഭവിക്കാൻ പോകുന്നറിയാനുള്ള ജിജ്ഞാസ. ഈ മനുഷ്യൻ ആ പള്ളിയുടെ നട ഇറങ്ങുമ്പോൾ ഈ മടിക്കുത്തിനകത്തുനിന്ന് ഒരു കുപ്പി ഇങ്ങോട്ടെടുത്തു. എന്നിട്ട് ബാക്കി വായിലൊഴിച്ച് കുർബാന ഇറങ്ങിപ്പോകാൻ വേണ്ടി അതും കൂടെ കുടിച്ചു. പ്രിയപ്പെട്ടവരെ,
ഈ മനുഷ്യൻ ആ നടയിറങ്ങി റോഡിലോട്ട് ചെന്ന പാടെ ഇയാളുടെ സ്വഭാവം അങ്ങോട്ട് മാറി. നോക്കി നിന്ന് കണ്ടതാ അച്ഛൻ. അയാൾക്ക് ഭ്രാന്തളകി. നിന്ന നിപ്പിൽ മുമ്പിൽ വന്ന ഒരു ഓട്ടോറിക്ഷ കൈ കാണിച്ച് നിർത്തി ഒറ്റ കൈ കൊണ്ട് ഓട്ടോറിക്ഷ എടുത്ത് ഒരു അടി അങ്ങോട്ട് അടിച്ചു. പ്രിയപ്പെട്ടവരെ, ചുറ്റും നിന്ന ആൾക്കാർ 5-8 പേര് കൂടി ബലം പിടിച്ചിട്ടാണ് അയാളെ പിടിച്ചു കെട്ടാൻ പറ്റിയത്. തുടർന്ന് തുടർച്ചയായ 34 ദിവസം ഭ്രാന്തന്മാരുടെ സെല്ലിൽ ചങ്ങലക്കിട്ട് പൂട്ടി ചികിത്സിച്ചു. പ്രിയപ്പെട്ടവരെ, അവിടെ കൊണ്ടുവന്ന മനുഷ്യൻ്റെ അരിഷ്ടത തീർന്നില്ല. അയാളുടെ അന്ത്യം എത്ര ഭയാനകമായിരുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഇത് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കാനല്ല. കുർബാന സ്വീകരിച്ച് ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ ചിലരിപ്പോൾ മനസ്സിൽ പറയേണ്ട, എൻ്റെ അച്ഛാ ഇത്രയൊക്കെ ഭയാനകമായ സാധനം കുർബാന എന്ന് ഞങ്ങൾക്കറിയാൻ മേലായിരുന്നു. അതിപ്പോഴാച്ചാ മനസ്സിലായത്. തിന്നു എൻ്റെ ആയുഷ്കാലത്ത് ഞാൻ പള്ളി പോലും പോണില്ല എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ഇവിടെ ഇരിക്കുന്ന ചിലർ ചിന്തിക്കുന്നുണ്ടാവണം. എൻ്റെ പൊന്നു മക്കളെ, അങ്ങനെ വിചാരിക്കരുത്. എന്താണെന്നറിയോ, ഈ പരിശുദ്ധ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ യേശുവുമായി നമുക്കൊരു ബന്ധവും ഉണ്ടാവില്ല. പുനരുത്ഥാനത്തിൽ പങ്കാളിത്തം ഉണ്ടാകില്ല. നിത്യജീവൻ്റെ അവകാശം കിട്ടില്ല. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 53-54 തിരുവചനങ്ങൾ കേൾക്കുക. യേശു പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം ഭക്ഷിക്കാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല. എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യ ജീവൻ ഉണ്ട്. അവസാന പുനരുത്ഥാന നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ ജീവൻ ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. നിത്യജീവൻ കിട്ടണമെങ്കിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. പുനരുത്ഥാനത്തിൽ പങ്കാളിത്തം കിട്ടണമെങ്കിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. വേറെ മാർഗ്ഗമില്ല. അപ്പോൾ നിങ്ങൾ ചിലർ പറഞ്ഞു, എൻ്റെ അച്ഛ ഇപ്പോൾ ആകെ ഊരാ കൊടുക്കായി, ഇതിപ്പോൾ കഴിച്ചിട്ട് ഇറക്കാനും മേല, മതിരിച്ചിട്ട് തുപ്പാനും മേല. ഞങ്ങളിപ്പോൾ എന്നതാ അച്ഛ ചെയ്യേണ്ടത്? 2 കാര്യം ചെയ്യാനില്ല, ഒറ്റ കാര്യം ചെയ്യാനേ ഉള്ളൂ. നന്നായാൽ മതി. മനസ്സിലായില്ലേ? എല്ലാവരും അങ്ങ് നന്നായാൽ മതി, മാനസാന്തരപ്പെട്ടാൽ മതി. ഈ പറഞ്ഞ എല്ലാ ഭാഗ്യവും കിട്ടും, രോഗസൗഖ്യവും കിട്ടും. ഒരാൾ രോഗിയാകാനുള്ള 3 കാരണങ്ങൾ പറഞ്ഞു. ഓർമ്മയുണ്ടോ? 1, മൂടിവെച്ച പാപങ്ങൾ ഒരാളെ രോഗിയാക്കും. 2, ഉള്ളിൽ തട്ടുന്ന ഭയവും അതിൽ നിന്ന് ഉടലെടുക്കുന്ന ഉത്കണ്ഠയും ഒരാളെ രോഗിയാക്കും. 3, വേണ്ടവണ്ണം കുമ്പസാരിക്കാതെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ അതൊരാളെ രോഗിയാക്കും. പ്രിയപ്പെട്ടവരെ, എങ്കിൽ ശരിയായ രോഗശാന്തിക്കുള്ള ഉപാധികൾ എന്തൊക്കെയാണ്? പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ശരിയായ രോഗശാന്തിക്കുള്ള ഉപാധികൾ എന്തൊക്കെയാണ്? ഓർക്കുക. 1, ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബന്ധം നേരെയാക്കുക. ഹല്ലേലൂയ. രോഗശാന്തി വരേണ്ടതിനുള്ള 1ാമത്തെ ഉപാധി ദൈവത്തോടുള്ള ബന്ധം ശരിയാക്കുക, മനുഷ്യരോടുള്ള ബന്ധവും ശരിയാക്കുക. മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനം, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, പിന്നെ വേണ്ടതൊക്കെ അവൻ ഇരിക്കുന്നിടത്ത് കൊണ്ട് തന്നോളൂ. ഹല്ലേലൂയ. ദൈവത്തോടുള്ള ബന്ധം ശരിയാക്കുക. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 15-ാം അധ്യായം 5-7 വാക്യങ്ങൾ കേൾക്കുക. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. യേശു പറഞ്ഞതാണ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഹല്ലേലൂയ. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കായ്ക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ കഴിയില്ല. അപ്പോൾ ദൈവത്തോടുള്ള ബന്ധം ശരിയാക്കണം. ഒരാൾക്ക് ദൈവത്തെയും മാമോനെയും ഒരേ സമയത്ത് സേവിക്കാൻ കഴിയില്ല. കഴിയോ? ഈ മാമോൻ ഏത് നാട്ടുകാരനാ? കോട്ടയം ആണോ? ആരാ ഇത് മാമോൻ? പിശാചാണെന്നാണ് നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്. പിശാചല്ല, പിശാചിൻ്റെ ഒരായുധമാണ് മാമോൻ. മാമോൻ എന്ന് വെച്ചാൽ പണം, സമ്പത്ത്, ധനം. അതിനെയാണ് മാമോൻ എന്ന് വിളിക്കുന്നത്. ആളുകളെ പിശാച് നേരിട്ട് വന്ന് പിടിക്കുകയല്ല, ആളുകളെ പിടിക്കാൻ പിശാച് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മാനദണ്ഡമാണ് പണം. പണത്തിന് വേണ്ടി ആരെയും കൊല്ലും, പണത്തിന് വേണ്ടി ഏത് ബന്ധവും മുറിച്ചു മാറ്റും, പണത്തിന് വേണ്ടി അപ്പനെ കൊല്ലും, പണത്തിന് വേണ്ടി അമ്മയെ കൊല്ലും, പണത്തിന് വേണ്ടി ഭാര്യയെ കൊല്ലും, പണത്തിന് വേണ്ടി നാത്തൂനെ അളിയനെയും കൊല്ലും, പണത്തിന് വേണ്ടി കാമുകനോട് ചേർന്ന് ഭർത്താവിനെ കൊല്ലുന്ന ഭാര്യ ഈ നാട്ടിലിപ്പോൾ സർവ്വസാധാരണല്ലേ? മിണ്ടുന്നില്ലല്ലോ ആരും. സാത്താൻ്റെ ഒരു ആയുധമാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ബന്ധങ്ങൾ ശരിയാക്കുക. വീണ്ടും മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 5-ാം അധ്യായം 23-24 തിരുവചനങ്ങൾ, നീ വഴിപാടുമായി
യാഗപീഠത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ വഴിപാട് കഴിക്കും മുമ്പ് അവിടെ നിന്ന് ഓർക്കണം, സഹോദരന് നിന്നോട് വിരോധമുണ്ടെന്നോർത്താൽ വഴിപാട് കഴിക്കണ്ട. അതവിടെ വെച്ചിട്ട് പോയി ഒന്നാമത് അവനോട് രമ്യതപ്പെട്ടിട്ട് വന്നിട്ട് വഴിപാട് കഴിക്കുക. ഹല്ലേലൂയ. യോഗ്യതയോടെ ഇന്ന് വരെ ഒരു കുർബാന ഇല്ലിച്ചിട്ടുണ്ടോ? യോഗ്യതയോടെ ഇന്ന് വരെ ഒരു വഴിപാട് നടത്തിയിട്ടുണ്ടോ? യോഗ്യതയോടെ ഇന്ന് വരെ ഒരു പെരുന്നാൾ ഏറ്റു കഴിച്ചിട്ടുണ്ടോ? യോഗ്യതയോടെ എല്ലാവരും പോയി. രമ്യതപ്പെടണം. ഹല്ലേലൂയ. രമ്യതപ്പെടാത്തവർ കഴിച്ച ഒരു വഴിപാടും അവിടെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അത് പുഴയെ കളഞ്ഞു എന്ന് കൂട്ടിക്കോ, ഒഴുകിപ്പോയി, അതിന് പ്രതിഫലമില്ല. അതുകൊണ്ട് രോഗശാന്തി കിട്ടാനുള്ള ഒന്നാമത്തെ ഉപാധി, നീ നിൻ്റെ ദൈവത്തോടുള്ള ബന്ധം നേരെയാക്കുക, നിൻ്റെ സഹജീവിയോടുള്ള ബന്ധം പറഞ്ഞോ നേരെയാക്കുക, ഭർത്താവിനോടുള്ള ബന്ധം നേരെയാക്കുക, ഭാര്യയോടുള്ള ബന്ധം മാതാപിതാക്കളോടുള്ള ബന്ധം, കൂടപ്പറപ്പുകളോടുള്ള ബന്ധം, അമ്മാവിയമ്മ മരുമകളോടുള്ള ബന്ധം, മരുമകൾ അമ്മാവിയമ്മയോടുള്ള ബന്ധം, എല്ലാ ബന്ധങ്ങളും എല്ലാവരോടും രമ്യതപ്പെടുക, എല്ലാവരോടും ക്ഷമിക്കുക, വേണമെങ്കിൽ മുറിവേൽപ്പിച്ചവരോട് ക്ഷമ ചോദിക്കുക, രമ്യതപ്പെടുക, രോഗശാന്തി വരും. അതൊന്നാമത്തെ വ്യവസ്ഥ. രണ്ടാമത്തെ വ്യവസ്ഥ, വീണ്ടും പ്രിയപ്പെട്ടവരെ, ദൈവവചന വെളിച്ചത്തിൽ സ്വയം പരിശോധിക്കുക. ഇത് നാൾതോറും ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. രോഗശാന്തി വരേണ്ടതിന് ദൈവവചന വെളിച്ചത്തിൽ സ്വയം പരിശോധിക്കുക എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ബൈബിൾ വായിച്ച് സ്വയം പരിശോധിക്കണം. ഹല്ലേലൂയ. അത് ഇത്തിരി റിസ്ക്കുള്ള കാര്യമാണ്. എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം. നിശ്ചിത സമയം അതിനു വേണ്ടി വേർതിരിച്ച് വെച്ച് വായിച്ച ഭാഗം തന്നെ പിന്നെയും വായിക്കരുത്, വായിച്ച ഭാഗം തന്നെ പിന്നെയും വായിക്കരുത്. എല്ലാ ദിവസവും വേറെ വേറെ വായിക്കണം. അപ്പം മടുക്കാതിരിക്കും, കൂടുതൽ രുചികരമായ ബോധ്യം കിട്ടും. എല്ലാ ദിവസവും സാമ്പാറാണെങ്കിൽ എത്ര ദിവസം ചോറുണ്ണാൻ പറ്റണേ? നമ്മൾ മടുക്കൂലേ? ചില ആൾക്കാർ പിള്ളേരെ വീട്ടിൽ വേദപുസ്തകം വായിക്കാൻ പഠിപ്പിക്കും. എന്ന് 23-ാം സങ്കീർത്തനം, 23-ാം സങ്കീർത്തനം ഉൾക്കൊള്ളുന്ന പേജ് പറഞ്ഞു, എന്നിട്ട് പിന്നെ 23-ാം സങ്കീർത്തനം. നമ്മുടെ ആൾക്കാർ വേദപുസ്തകം വായിക്കും, ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. അവരുടെ വേദപുസ്തകം എൻ്റെ കയ്യിൽ തരാങ്ങി പറയാം അവരേത് ഭാഗം വായിക്കണമെന്ന്. ചില ആൾക്കാരുടെ വേദപുസ്തകത്തിൻ്റെ നടുഭാഗം ഗർഭിണിയുടെ വയറ് പോലെ പുറത്തേക്ക് തള്ളിയിരിക്കും. കാരണം അവിടെ ഈ സങ്കീർത്തനം ഇരിക്കണതേ, അത് മാത്രമേ വായിക്കുള്ളൂ, അത് മാത്രമേ തുറക്കുള്ളൂ. അപ്പോൾ ആ ഭാഗം എപ്പോഴും പുറത്തേക്ക് തള്ളിയിരിക്കും, വേറെ ഒന്നും തുറക്കില്ല. അങ്ങനെ വേദപുസ്തകം വായിച്ചിട്ട് കാര്യമില്ല. അത് പ്ലാൻ ചെയ്ത് ശ്രദ്ധാപൂർവം വായിക്കണം. വായിക്കുന്നത് എന്തിനാണ്? കടമ കഴിക്കാനല്ല. വായിക്കുന്ന വേദഭാഗത്തെ സ്വന്തം ജീവിതവുമായി തട്ടിച്ച് പരിശോധിക്കണം. ഹല്ലേലൂയ. ഈ വേദഭാഗം എന്നോട് എന്താണ് പറയുന്നത്? ആമേൻ. അത് പരിശോധിക്കണം. അപ്പോൾ തന്നെത്താൻ ദിനം പ്രതി ദൈവവചനപ്രകാരം ശോധന ചെയ്യണം. 3, രോഗശാന്തി കിട്ടാനുള്ള മൂന്നാമത്തെ ഉപാധി, ശരിയായ കുമ്പസാരം നടത്തണം. ഹല്ലേലൂയ. രോഗശാന്തി കിട്ടാനുള്ള മൂന്നാമത്തെ ഉപാധി ശരിയായ കുമ്പസാരം നടത്തണം. 4ാമത്തെ ഉപാധി, അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് വിവരിക്കുന്നില്ല. 4ാമത്തെ ഉപാധി, സഭയിലെ പട്ടക്കാരന് വരുത്തിയോ പട്ടക്കാരൻ്റെ അരികിൽ ചെന്നോ വിശ്വാസത്തോടെ രോഗശാന്തിക്ക് വേണ്ടി വേദപുസ്തകാധിഷ്ഠിതമായി സഭ കൽപ്പിച്ചിട്ടുള്ള കൂദാശ, വിശുദ്ധ തൈലാഭിഷേകം പ്രാപിക്കണം. ഹല്ലേലൂയ. രോഗികൾക്കാണല്ലോ തൈലാഭിഷേകം വേണ്ടത്. എനിക്ക് രോഗമില്ല, പിന്നെ എന്തിനാണ് ഞാൻ തൈലാഭിഷേകം പ്രാപിക്കുന്നത്? ഈ കൂദാശയെക്കുറിച്ച് നമ്മുടെ ആളുകൾക്ക് ഒത്തിരി പേർക്ക് ഇപ്പോഴും വേണ്ടവണ്ണം മനസ്സിലായിട്ടില്ല. ഈ കൂദാശയ്ക്ക് നമ്മുടെ ആളുകൾ ഒരു ഓമനപ്പേരിട്ടിട്ടുണ്ട്, അന്ത്യകൂദാശ എന്ന് വെച്ചാൽ ഇതങ്ങോട്ട് കൊടുത്താൽ ആളുടെ കാറ്റുപോകും. ഇത് കൊല്ലാനുള്ള എന്തോ പരിപാടി സഭ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് പേടിച്ചിട്ടാണ് നമ്മുടെ ആളുകൾ ഇത് മേടിക്കില്ലാത്തത്, ഈ കൂദാശയ്ക്ക് പോകില്ലാത്തത്. ഇത് കൊല്ലാനുള്ള കൂദാശയാണെന്ന ആളുകളുടെ വിചാരം. എന്താ അങ്ങനെ ഒരു വിചാരം വരാൻ കാരണം എന്നറിയാമോ? ആളുകൾക്ക് സുബോധമുണ്ടെങ്കിൽ ഈ കൂദാശ കൊടുക്കാൻ അച്ഛനെ വിളിക്കാൻ പോകില്ല. ബോധം പോയി എന്നറിഞ്ഞാലേ അച്ഛനെ വിളിക്കാൻ പോവുള്ളൂ. എന്താണെന്നറിയോ? ബോധമുള്ളപ്പോൾ അച്ഛൻ ഈ കൂദാശ കൊടുക്കാൻ വന്നാൽ രോഗി പേടിച്ച് കത്തുപോകും. കാരണം അച്ഛൻ കൊന്നുകൊണ്ടുപോകാൻ വന്നേക്കണയാണല്ലോ. ഇത് കൊല്ലാനുള്ള പരിപാടിയാണെന്ന് ആളുകളുടെ വിചാരം. പ്രിയപ്പെട്ടവരെ, ഇത് കൊല്ലാനുള്ള കൂദാശയല്ല, ഇത് ജീവിപ്പിക്കാനുള്ള കൂദാശയാണ്. നമ്മുടെ സഭയിലെ ഒരു അച്ഛനുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. ഒരു കാർന്നോരൊരു വീട്ടിൽ കിടന്ന കിടപ്പാണ്. 6 മാസമായി കിടപ്പായിട്ട്. കിടന്ന് ശരീരം പൊട്ടി ബെഡ്സോർ വന്ന് നാറ്റം കാരണം അടുക്കാൻ മേല. അപ്പോൾ ഒരു കാർന്നോർ ഈ അപ്പച്ചനെ കാണാൻ വന്നു. നമ്മുടെ ചില കാർന്നോന്മാർക്ക് ലക്ഷണം പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ. ഇവിടെ എങ്ങാനും വന്നിരിപ്പുണ്ടോ ആവോ? ഒരു കുന്തം അറിഞ്ഞിട്ടല്ല, ചുമ്മാ ഇരുന്ന് അങ്ങോട്ട് ലക്ഷണം പറയും, ഞാൻ വലിയ പണ്ഡിതനാണെന്നുള്ള ഭാവത്തിൽ. ഒരു
ഈ ഇതുപോലെ ഒരു ലക്ഷണക്കാരനായ കാർന്നോര് ചെന്ന് ഈ കിടപ്പ് രോഗിയായ കാർന്നോരെ കുറച്ച് നേരം നോക്കി. എന്നിട്ട് മോനോട് പറഞ്ഞു, എടാ നിൻ്റെ അപ്പനെ ഇങ്ങനെ എത്ര കാലം നീ ഇട്ടേക്കാൻ വിചാരിച്ചേക്കണേ? പിന്നെ അവൻ ചോദിച്ചു, കൊല്ലാൻ പറ്റുമോ? കൊല്ലണ്ട, അതിന് വഴിയുണ്ട്. എന്താ? നീ ആ പള്ളിയിൽ നിന്ന് അച്ഛനെ വിളിച്ചു കൊണ്ടുവന്നൊന്ന് പൂശ്, അപ്പം നിൻ്റെ തന്ത പൊക്കോളും. പ്രിയപ്പെട്ടവരെ, എന്നാ പറഞ്ഞേ? എടാ പള്ളിയിൽ നിന്ന് അച്ഛനെ വിളിച്ചുകൊണ്ടൊന്ന് പൂശാൻ. അങ്ങനെ ചെയ്താൽ കാർന്നൊരു ചത്തുപോവോ? എടാ ഇത് തീർന്നു കിട്ടും, ഇന്ന് തന്നെ തീരുമാനമാവോ നീ അച്ഛനെ വിളിക്കാൻ? ഈ സംഭവം നടക്കുമ്പോൾ രാത്രി 9:30 മണിയാണ്. അവൻ ചോദിച്ചു, ഇപ്പോൾ പോയാൽ അത് നിനക്കറിയാൻ പാടില്ലേ? പാതിരാത്രിക്കോ വെളുപ്പാൻ കാലത്തോ രാത്രി 2 മണിക്കോ 3 മണിക്കോ ചെന്ന് ഒരച്ഛനോട് തൈലാഭിഷേകം നടത്തണമെന്ന് പറഞ്ഞാൽ അച്ഛന് നടത്തിയേ പറ്റൂ. അച്ഛൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം ചെന്നാലും അച്ഛൻ വരും. അവൻ അപ്പം തന്നെ ഒരു കാറും വിളിച്ചു, നേരെ പള്ളി മുറ്റത്ത് കയറി ചെന്നു. അച്ഛോ, അവന് കാലി ഔട്ടിയിട്ട് ഉറക്കണില്ല. അപ്പൻ ഇങ്ങനെ കിടക്കണതിൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടി പുള്ളി മരുന്ന് കുടിച്ചിട്ടുണ്ട്. 6 മാസമായില്ലേ അപ്പൻ ഇങ്ങനെ ചീഞ്ഞ് പൊടുത്ത് കിടക്കണത്. സങ്കടം കാരണം സഹിക്കാൻ വേണ്ടിയിട്ട് കക്ഷി മരുന്ന് കുടിച്ചിട്ടുണ്ട്. കാല് ചവിട്ടിയിട്ട് നിൽക്കണില്ല, ചക്രം ചവിട്ടിയാണ് കക്ഷി നിൽക്കണത്. വാതിലെ മുട്ടി തുറന്നു. അച്ഛൻ ഉറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവൻ വന്നത്. എന്താ? അതേ അച്ഛോ, എൻ്റെ അപ്പനൊന്ന് പൂശണം. അച്ഛൻ ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ലല്ലോ മോനെ. അപ്പനെ ഒന്ന് പൂശണം അച്ഛാ. എന്നതാ നീ പറയണേ? എൻ്റെ അപ്പൻ 6 മാസമായിട്ട് കിടപ്പാ, അച്ഛൻ വന്നൊന്ന് പൂശണം. തൈലാഭിഷേകത്തിൻ്റെ കാര്യമാണ്. എന്നാന്ന് അറിയാൻ പാടില്ല അച്ഛൻ, അച്ഛനൊന്ന് പറയണം. അച്ഛൻ ആ പാതിരാത്രിക്ക് അന്വേഷിച്ചിട്ട് കപ്പേരയൊന്നും കിട്ടിയില്ല. അച്ഛൻ തന്നെ തൂക്കുറ്റി എടുത്തു, പ്രിയപ്പെട്ടവരെ കുരിശും തിരിയെടുത്തു, തൈലം എടുത്തു, വണ്ടിയെ കയറി. അച്ഛൻ കറുത്തോപ്പായിട്ടുണ്ടാണ് പള്ളിയിൽ നിന്ന് പോയത്. തിരിച്ചു കൊണ്ടുവന്ന് വിടുമല്ലോ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ അവിടെ ചെന്നു, തിരിയൊക്കെ കത്തിച്ച് വെച്ചു, തൂക്കുറ്റി തീ ഇട്ട് വെച്ചു. എന്നിട്ട് അച്ഛൻ തൈലം അവിടെ വെച്ച് പ്രാർത്ഥന തുടങ്ങി. നിങ്ങൾ ആ പ്രാർത്ഥന എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. കർത്താവേ, ഈ രോഗശൈലിയിൽ കിടക്കുന്ന നിൻ്റെ ദാസനോട് അനുകമ്പ തോന്നണമേ, ഇവൻ്റെ രോഗത്തെ ശമിപ്പിക്കണമേ. പത്രോസിൻ്റെ അമ്മാവിയമ്മയുടെ പനിയെ ശാസിച്ച് സൗഖ്യപ്പെടുത്തിയവനായ ദൈവമേ, ഈ നിൻ്റെ ദാസനെ ഈ പനിയിൽ നിന്ന് ശമിപ്പിച്ച് എഴുന്നേൽപ്പിക്കണമേ. ദീർഘായുസ് കൊണ്ട് അലങ്കരിക്കണമേ. ഈ കക്ഷി ചെവി വട്ടം പിടിച്ചാൽ നിൽക്കണേ. അച്ഛൻ പ്രാർത്ഥിക്കണം മുഴുവൻ ഈ മനുഷ്യനെ സുഖപ്പെടുത്തണമേ, എഴുന്നേൽപ്പിക്കണമേ, നടത്തണമേ, ദീർഘായുസ് കൊടുക്കണമേ എന്നാ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ കക്ഷിയുടെ ബ്രേക്ക് പൊട്ടിപ്പോയി. അച്ഛാ നിർത്തിക്കേ. എന്തേ മോനെ? അല്ല അച്ഛാ, ചാവാനുള്ള പ്രാർത്ഥനയൊന്നുമില്ലേ? എന്നടാ പറഞ്ഞേ? അല്ല, ചാവാനുള്ള പ്രാർത്ഥനയൊന്നുമില്ലേ? അല്ല, ഈ പ്രാർത്ഥന ഇതാ നമ്മുടെ തൈലാഭിഷേകം, രോഗശാന്തിക്കുള്ള പ്രാർത്ഥനയാണ്. അച്ഛോ, അപ്പോൾ ചാവാനുള്ള പ്രാർത്ഥനയൊന്നുമില്ലേ? നീ മിണ്ടാണ്ടിരാ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പിന്നെയും പ്രാർത്ഥന തുടങ്ങി. അവനൊരൊറ്റ ആക്രോശം, നിർത്തവിടെ, മിണ്ടിപ്പോവരുത്, കൊല്ലി ഞാൻ. കട്ടപ്പെട്ട് പാതിരാത്രിക്ക് വണ്ടിയും വിളിച്ച് ഇവിടെ ചുമന്നുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ എണീപ്പിക്കണമെന്ന് ഈ കിളവന്. അപ്പം തന്നെ കിടക്കപ്പുറത്തില്ല. അന്നേരം ഇതിനെ എണീപ്പിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? മര്യാദയ്ക്ക് പോക്കാം, മിണ്ടണ്ടെന്ന്. ഞാൻ ഇപ്പോൾ കെട്ടുകഥ പറയണേന്നാണ് നിങ്ങളുടെ വിചാരം അല്ലേ? ഈ അനുഭവം നേരിട്ടുണ്ടായ പട്ടക്കാരൻ എന്നോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. രാത്രി അച്ഛൻ തിരിച്ചു പോകാൻ വേണ്ടി വണ്ടിയെ കയറിപ്പോകാൻ പറഞ്ഞു. തിരിച്ചു കൊണ്ടാൻ ഈ വണ്ടി പോലുമില്ല. ഞാൻ കട്ടപ്പെട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ടേ അപ്പനെ എണീപ്പിക്കാൻ പ്രാർത്ഥിച്ചേക്കണ ഒരു കത്തനായി. വേണമെങ്കിൽ നടന്നങ്ങ് പോയേച്ചാൽ മതി. ഈ സംഭവം നടന്ന് വീട്ടിൽ നിന്ന് 2.5 കിലോമീറ്റർ അച്ഛൻ കറുത്തോപ്പായോട്ട് നടന്ന് പള്ളി പോയി. പാതിരാത്രി ആയതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്യും? അച്ഛൻ കറുത്തോപ്പായിട്ട് നടക്കണമെന്ന് ആരും ചോദിച്ചില്ല. നിങ്ങളൊന്നോർത്തേ നമ്മുടെ ആൾക്കാരുടെ ബോധം. ഇതാണ് നമ്മുടെ ആൾക്കാരുടെ ചിന്ത. ഇതേ കൊല്ലാനുള്ള കൂദാശയല്ല മക്കളെ. ഇതിനകത്ത് ഒരു പ്രാർത്ഥന പോലും അങ്ങനെയില്ല. എല്ലാ പ്രാർത്ഥനയും ജീവിപ്പിക്കാൻ വേണ്ടിയാണ്, സൗഖ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഇവിടെ ഈ കൂദാശ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും തുന്നിക്കട്ടലിട്ടിട്ടുണ്ടോ? ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഇതുവരെ സഭ നിഷ്കർഷിച്ച രോഗശാന്തി ശുശ്രൂഷ പ്രാപിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കർത്താവിനെ അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഇതിൽ പരം ശക്തമായൊരു രോഗശാന്തി ചികിത്സ വേറെ ഇല്ല. ആമേൻ. ഈ കൂദാശയ്ക്കകത്ത് കുമ്പസാരമുണ്ട്. ഈ കൂദാശയുടെ പൂർണ്ണതയിൽ കുർബാന സ്വീകരണവുമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കൂദാശ സ്വീകരിച്ചിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് അതിനൊരുങ്ങണം. രോഗശാന്തി വരാൻ 4 മാർഗങ്ങളാണ് പറഞ്ഞത്. 1, ദൈവത്തോടും മനുഷ്യരോടും രമ്യതപ്പെടണം. 2, സ്വയം പരിശോധിക്കണം ദൈവവചന വെളിച്ചത്തിൽ, എന്നിട്ട് തെറ്റിത്തിരുത്തണം. 3, ശരിയായ കുമ്പസാരം നടത്തണം. 4, സഭ നിഷ്കർഷിച്ച രോഗശാന്തിക്കുള്ള കൂദാശ വിശുദ്ധ തൈലാഭിഷേകം പ്രാപിക്കണം. ആമേൻ. അപ്പോൾ രോഗം വരുന്ന 3 കാരണങ്ങളും രോഗശാന്തിക്കുള്ള 4 വഴികളും വ്യക്തമായി ദൈവം നമ്മളെ പഠിപ്പിച്ചു. ഹല്ലേലൂയ. ഇത് കേട്ട് മടങ്ങുമ്പോൾ വ്യക്തമായ ചില തീരുമാനങ്ങളോടെ പോകണം. രോഗം മാറണമെന്ന ഉറച്ച തീരുമാനം, ഇനി രോഗം വരാതിരിക്കാനുള്ള ഉറച്ച തീരുമാനം, അത് ജീവിതത്തിൽ എടുത്തുകൊണ്ട് മടങ്ങിപ്പോകാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.